ഒരിക്കൽ പ്രസംഗമൊക്കെ കഴിച്ച് ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കണേ അച്ഛന്മാരെല്ലാവരും കൂടി. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കരിമീനായിരുന്നു. ഞാനെടുത്ത് നല്ലപോലെ കഴിച്ചു. പക്ഷേ എൻ്റെ തൊണ്ടക്ക് മുള്ളുകയറി. കരിമീൻ്റെ മുള്ളുകയറിയാൽ നമുക്കറിയാമല്ലോ, ഇത് എന്ത് ചെയ്താലും ഇത് പോകത്തില്ല. അച്ഛന്മാർ പറഞ്ഞ് പഴം കഴിക്കടോ, ചോറുരുട്ടി കഴിക്കടോ, ഇതെല്ലാം ചെയ്തിട്ട് ഇത് പോകുന്നില്ല. അച്ഛന്മാരൊക്കെ പോയി, ഞാൻ മുറിയിലേക്ക് പോയി. അപ്പോൾ അച്ഛന്മാർ കുറച്ച് പഴം എടുത്ത് വന്നിട്ട് പറഞ്ഞ് താനിത് തിന്നുകൊണ്ടിരിക്കുക, മുള്ളു പോകുമെന്ന് പറഞ്ഞു. മുള്ളു പോകാത്തത് മാത്രമല്ല, ചോര ഇങ്ങനെ വന്നിട്ടിരിക്കണേ, നല്ല ശരിക്ക് തറച്ച് കയറിയിരിക്കുക. എനിക്ക് ശബ്ദിക്കാൻ പറ്റണില്ല. കാരണം ഉച്ച കഴിഞ്ഞ് 3 നൊവേന ഇവിടുത്തെ പോലെ തന്നെ 3 നൊവേന കൂടിയുള്ളതാണ്. എനിക്ക് പ്രസംഗിക്കണം. പക്ഷേ എനിക്ക് എൻ്റെ ചുണ്ടുകളെ ചലിപ്പിക്കാൻ പോലും, കാരണം അത്ര കണ്ട് വേദനയാണ്. ഞാനങ്ങനെ കട്ടിലിരിക്കുന്ന ഉറങ്ങിയില്ല, കട്ടിലിരിക്കുന്നതാണ്, ഇത് പോകുന്നുമില്ല. ഉച്ച കഴിഞ്ഞ് നൊവേന തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ ഈ മുള്ളവിടെ ഇരിക്കണേണ്. നൊവേന എന്ന് പറഞ്ഞാൽ കുർബാന ആരംഭിച്ചു, നൊവേന ആരംഭിച്ചു. പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ കയറണം ഇതുപോലെ. പക്ഷേ രക്ഷയില്ല, ഇത് പോകുന്നില്ല. ഞാൻ ഉടനെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പുണ്യാള, എനിക്ക് സമയമായി, പ്രസംഗിക്കാനുള്ള സമയമായി, പുണ്യാള എന്നെ ഒന്ന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊന്ന് പോയി എനിക്ക് തുമ്മൽ വന്നു. ഞാൻ ഒറ്റ തുമ്മി ഈ മുള്ള് തെറിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീണ മാത്രമല്ല, പിന്നെ ഒരു പൊടി ചോര എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. നല്ല സുഖമായിട്ട് പോയിട്ട് ഒരു തൊണ്ടവേദന ഇല്ലാതെ പോയി. ആ നോവേനക്ക് ഞാൻ പ്രസംഗിച്ചു. ഇത് 3ാമത്തേതാണ്. അത് കഴിഞ്ഞ് ഒരിക്കൽ അച്ഛനായി കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ വേൾഡ് കപ്പ് നടക്കണേ, വേൾഡ് കപ്പ് അന്ന് 2016 അന്ന് ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ജർമ്മനിയിലുള്ളതുകൊണ്ട് ഞാൻ ജർമ്മനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. എനിക്കൊന്ന് അർജന്റീനയും ജർമ്മനിയും കൂടിയാണ് ഫൈനലെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ജർമ്മനീനെ സപ്പോർട്ട് ചെയ്യണേന്. ഇപ്പം അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ജർമ്മനീനെ. അന്ന് വേൾഡ് കപ്പ് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പടക്കവും കുണ്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇത് ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. അപ്പം ജർമ്മനിക്ക് വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കണേ. ഒടുവിൽ ജർമ്മനി ജയിച്ചു. ഞാൻ ഉടനെ അച്ഛന്മാരുമായിട്ട് മേലേക്ക് ഓടി, ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടി, പടക്കവും കുണ്ടും പൊട്ടിക്കാൻ വേണ്ടി ടെറസിൻ്റെ പുറത്ത് ചെന്നു. എൻ്റെ കയ്യിലെടുത്തൊരു ഗുണ്ടെടുത്ത് ഞാനിങ്ങനെ എറിഞ്ഞു. പക്ഷേ എറിയുന്നതിന് മുമ്പ് ആ ഗുണ്ട് കയ്യിലിരുന്ന് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഈ വലത് കൈ അതിൻ്റെ കൈപ്പത്തി ഇങ്ങനെ ചിന്നിച്ചിതറിയിരിക്കണേ. ഉടനെ ആശുപത്രി കൊണ്ടുപോയി. രാത്രി ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എടോ അച്ഛൻ ഭയങ്കര പ്രശ്നമാണിത്, നാളെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചികിത്സ നടത്തണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം, ഹോസ്പിറ്റലിൽ പറ്റില്ലെന്ന് പറയും. അങ്ങനെ പ്രാഥമിക ചികിത്സയൊക്കെ തന്നിട്ട് സഡേഷൻ തന്നതിൻ്റെ കിടത്തി എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അന്ന് സഡേഷൻ തരുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുണ്യാളെ കുർബാന ചെല്ലാനുള്ള കൈയാണ്, എന്നെ വിടരുത്, കുർബാന ചെല്ലാനുള്ള കൈയാണെന്ന് പറയും. കാരണം ഞാൻ എന്ത് വന്നാലും ആദ്യം ഈ അന്തോണിസ് പുണ്യാളെ ഞാൻ വിളിക്കുകയുള്ളൂ. അവിടെ കിടന്നുറങ്ങി നേരം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് വലിയ വേദനയൊന്നുമില്ല, ഉണങ്ങിയതുപോലേക്ക് ഇരിപ്പുണ്ട്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എടോ അത്ഭുതമാണല്ലോടോ, ഒരു പ്രശ്നമില്ല, നാം പേര് വെട്ടി പൊക്കോളാൻ പറഞ്ഞു. ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ പറഞ്ഞ് ഈ കാസ പിടിക്കേണ്ട കൈ ഇനിയിപ്പോഴും അതിൻ്റെ പാട് ബാക്കിൽ കാണാം, കുറേ പാട്, ഈ ഗുണ്ട് പൊട്ടിയത് ചിഹ്നച്ചിതറിപ്പോണ്ടതാണ്. അത് അടുത്ത അത്ഭുതം.